നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മളിൽ തന്നെ കണ്ടെത്താൻ കഴിയുമോ? ഇന്നത്തെ ഈയൊരു വിശകലനത്തിൽ നമുക്ക് വൈകാരികമായ സ്വാതന്ത്ര്യം കണ്ടെത്താനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ സന്തോഷം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നും ഒന്ന് നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കാമോ? നിങ്ങളുടെ ഒരു ദിവസത്തെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സമാധാനം അത് മറ്റൊരാളുടെ വാക്കിനെയോ പ്രവൃത്തിയെയോ ആശ്രയിച്ചിരിക്കാറുണ്ടോ? ഇത് നമ്മൾ എല്ലാവരും സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത്, നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ പിന്നെ അതെങ്ങനെ നമ്മുടെ സ്വന്തമാകും, അല്ലേ? അത് നമ്മൾ വൈകാരികമായി ആശ്രയിക്കുന്ന ആളുകളുടേതായി മാറും. അവരുടെ ഇഷ്ടങ്ങൾക്കും മൂഡിനും അനുസരിച്ച് മാറുന്ന ഒന്നായി നമ്മുടെ സന്തോഷം ചുരുങ്ങിപ്പോകും. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ വൈകാരികമായ സ്ഥിരത പലപ്പോഴും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നത്? നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു കെണിയിൽ എങ്ങനെയാണ് വീണുപോകുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ഇതിന്റെ വേരുകൾ നമ്മുടെ എല്ലാം കുട്ടിക്കാലത്താണ്. ഒന്നോർത്തു നോക്കിക്കേ. നല്ല മാർക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന പ്രശംസ, നന്നായി പെരുമാറുമ്പോൾ കിട്ടുന്ന സ്നേഹം, ഇങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുമ്പോഴാണ് നമ്മൾ വിലപ്പെട്ടവരാകുന്നത് എന്ന് ചെറുപ്പത്തിലെ നമ്മുടെ മനസ്സിലങ്ങ് ഉറച്ചുപോകും. കുട്ടിക്കാലത്തെ ഈ ശീലം നമ്മൾ മുതിരുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. ഒരു മെസ്സേജിന് മറുപടി വരാൻ വൈകുമ്പോൾ നമ്മുടെ മനസ്സിൽ 100 കൂട്ടം കഥകൾ മെനയും. ആരെങ്കിലും നമ്മുടെ പ്രയത്നത്തെ അഭിനന്ദിച്ചില്ലെങ്കിൽ നമ്മൾ സ്വന്തം കഴിവിനെ തന്നെ സംശയിച്ചു തുടങ്ങും. ഇതെല്ലാം കാണിക്കുന്നതെന്താണ്? നമ്മുടെ വൈകാരിക സ്ഥിരത മറ്റുള്ളവരുടെ പ്രതികരണങ്ങളുമായി എത്രമാത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരി, ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പിലേക്ക് കടക്കാം. അതെന്താണെന്ന് വെച്ചാൽ തനിച്ചായിരിക്കുന്നതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ്. ഏകാന്തതയെ ഒരു ഭയമായി കാണാതെ അതിനെ ഒരു ശക്തിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സത്യത്തിൽ നമ്മുടെ ഭയം തനിച്ചാവുന്നതിനോടല്ല, മറിച്ച് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സ്വന്തം ചിന്തകളുമായി ഒറ്റയ്ക്കിരിക്കാനാണ്. കാരണം എന്താണെന്നറിയോ? ആ നിശബ്ദതയിൽ നമ്മൾ ഒതുക്കിവെച്ച പല ഓർമ്മകളും ഭയങ്ങളും സംശയങ്ങളുമെല്ലാം പതുക്കെ പുറത്തുവരാൻ തുടങ്ങും. അതിനെ നേരിടാനാണ് നമുക്ക് യഥാർത്ഥത്തിൽ പേടി. ഏകാന്തതയുടെ ഈ 2 മുഖങ്ങൾ ഒന്ന് നോക്കൂ. നമ്മുടെ ചിന്താഗതിയിലെ ഒരു ചെറിയ മാറ്റം മാത്രം മതി ഏകാന്തതയെ ഒരു ശിക്ഷയിൽ നിന്ന് സ്വയം വളരാനുള്ള ഒരു അവസരമാക്കി മാറ്റാൻ. അത് നമ്മളെ ആരും തിരസ്കരിച്ചതുകൊണ്ടല്ല, മറിച്ച് നമ്മളെ തന്നെ കണ്ടെത്താനും കേൾക്കാനുമുള്ള വിലപ്പെട്ട ഒരു അവസരമായി അതിനെ കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു നിർണായകമായ പടിയിലേക്ക് കടക്കാം. നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ഐഡന്റിറ്റിയെ മറ്റുള്ളവരുടെ സ്ഥിരതയില്ലാത്ത പെരുമാറ്റങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും എങ്ങനെ വേർപെടുത്താം? ഇവിടെയാണ് പ്രധാന പ്രശ്നം. നമ്മുടെ മൂല്യം അളക്കാനായി നമ്മളൊരു കണ്ണാടി പോലെ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ പ്രതികരണങ്ങൾ അവരുടെ അന്നത്തെ മാനസികാവസ്ഥയും സാഹചര്യങ്ങളും അനുസരിച്ച് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കില്ലേ? ഈ ചോദ്യം ഒന്നാലോചിച്ച് നോക്കിക്കേ. ഓരോ നിമിഷവും രൂപം മാറുന്ന ഒരു കണ്ണാടിയെ നമ്മൾ വിശ്വസിക്കുമോ? തീർച്ചയായും ഇല്ല, അല്ലേ? എന്നിട്ടും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ നമ്മുടെ മൂല്യം അളക്കുന്നു. ഇതെത്രത്തോളം യുക്തിയില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആശ്രിതത്വവും യഥാർത്ഥ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആശ്രിതത്വം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നും എനിക്കെന്തോ കുറവുണ്ട് എന്ന തോന്നലിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നാൽ സ്നേഹമോ? അത് നമ്മൾ സ്വയം പൂർണ്ണരാണെന്ന ബോധ്യത്തിൽ നിന്ന് വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ശരി, അപ്പോൾ ഈ ആന്തരികമായ സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കാം? അതിനുള്ള ചില പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ വൈകാരികമായ സ്വയം നിയന്ത്രണം എന്ന് പറയുന്നത്? ഇത് വികാരങ്ങളെ അടക്കിവെക്കുന്നതല്ല കേട്ടോ, മറിച്ച് അവയെ മനസ്സിലാക്കി വിവേകത്തോടെ ബോധപൂർവം കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവാണ്. പ്രതികരിക്കുന്നതിനു മുൻപ് ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കലാണിത്. ഈ കഴിവ് നേടിയെടുക്കാൻ ആദ്യം എടുത്തുചാടി പ്രതികരിക്കുന്നതിന് മുൻപ് ഒന്ന് നിർത്തുക, ഒരു പോസ് എടുക്കുക. പിന്നെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിൽ ഓടിവരുന്ന നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക. ഇതാണോ സത്യം എന്ന് സ്വയം ചോദിക്കുക. എന്നിട്ട് ദീർഘമായിട്ടൊന്ന് ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. ഇത് നമുക്ക് ആർക്കും പതിയെ പതിയെ പഠിച്ചെടുക്കാവുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിലൊരു സമാധാനം കെട്ടിപ്പടുക്കാൻ ഈ ചെറിയ ദൈനംദിന ശീലങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും. നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, നമ്മുടെ ശ്രദ്ധയെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മളോട് തന്നെ ദയയോടെയും സ്നേഹത്തോടെയും സംസാരിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ കാലക്രമേണ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അവസാനമായി, വൈകാരികമായി പൂർണ്ണമായ ഒരവസ്ഥയിൽ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എല്ലാം ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനം. ഈയൊരു കാര്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം.
മറ്റൊരാൾ വന്നാലേ നമ്മൾ പൂർണ്ണരാകൂ എന്നത് ഒരു വലിയ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ എപ്പോഴും ഈ നിമിഷത്തിലും ഒരു പൂർണ്ണ വ്യക്തിയായിരുന്നു. അപ്പോ എന്താണ് ഈ ആന്തരിക പൂർണ്ണതയുടെ അനുഭവം? അതിതാണ്, എന്ത് സംഭവിച്ചാലും, ആരുകൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തകരില്ല, എനിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും എന്ന ശാന്തമായ ഒരാത്മവിശ്വാസം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉടമസ്ഥാവകാശം നിങ്ങൾക്കാണ്. നിങ്ങളത് മറ്റൊരാൾക്ക് കൈമാറാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം ഒരു ശക്തിക്കും അത് നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ഓടുന്നതിന് പകരം നമ്മൾ നമ്മളായിരിക്കുക, നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നതല്ലേ ഏറ്റവും പ്രധാനം? നമ്മുടെ ശ്രദ്ധ പുറത്തേക്കല്ല, അകത്തേക്കാണ് വേണ്ടത്.